ജെക്സ് ബെസ്റ്റ് ഓൺലൈൻ മീഡിയ പെർഫോമർ അറ്റ് ചാലക്കുടി 2024. മാധ്യമ പ്രവർത്തനം ദൃശ്യമാധ്യമമായാലും അച്ചടി മാധ്യമമായാലും ഈ രംഗത്ത് ഒരു വ്യത്യസ്ത ശൈലിയും പുതുമയും കൊണ്ടുവന്ന വ്യക്തിയാണ് ജെ ഹെക്സ് മീഡിയ ജെക്സ്. നാം കണ്ടു ശീലിച്ച പരമ്പരാഗത മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ബദലായി ഈ രംഗത്ത് പുതിയൊരു ഓളം സൃഷ്ടിച്ച് ജെക്സ് അവതരണ ശൈലി കൊണ്ടും എടുക്കുന്ന വിഷയങ്ങളുടെ വ്യത്യസ്തത കൊണ്ടും എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായി മാറി. താല്പര്യങ്ങളുടെയും വ്യക്തി താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മാധ്യമ പ്രവർത്തനം നടത്തുന്ന കാലഘട്ടമാണ് ഇന്നത്തേത്. അവിടെയാണ് ജെക്സ് ഒരാളുടെയും മുന്നിൽ തലകുനിക്കാതെ തനിക്ക് ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നീതിയുടെ അടിസ്ഥാനത്തിൽ, ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അത് ജനങ്ങളോട് പറയുന്നു. വളരെ ചെറിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ വാർത്തകൾ കാണുന്ന ഒരു മീഡിയയായി ജെ ഹെക്സ് മാറാൻ സാധിച്ചത് സാധാരണക്കാരായ ആളുകൾക്ക് എത്രയും വേഗത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ജെക്സിന്റെ അവതരണം. സാധാരണ വാർത്ത വായിക്കുന്ന പോലെയല്ല ജെക്സിന്റെ അവതരണം. ഈ നാട്ടിലെ പാവപ്പെട്ടവരായ കർഷകരായിട്ടുള്ള കൂലിപ്പണിയെടുക്കുന്ന തൊഴിലാളികളായ ആളുകൾക്ക് പോലും പെട്ടെന്ന് സംവദിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അവതരണം നടത്തി എന്നതാണ് ജെക്സിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, മുഖമില്ലാത്തവരുടെ മുഖമായും ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായും സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു 1.5 വർഷമായിട്ടുള്ള ഈ ജെ ഫേസ് എന്ന് പറയുന്ന ഒരു മീഡിയ പേജ് വഴി ഇടപെടാൻ സാധിച്ചത്. ജെ ഫേസ് എന്ന് പറഞ്ഞാൽ ജെക്സ് ഫേസ് എന്നല്ല, എൻ്റെ പേരാണ് ജെക്സ്. എല്ലാവരും തെറ്റിദ്ധരിക്കും ജെക്സ് ഫേസ് എന്നാണ്. അല്ല, അതിൻ്റെ ആദ്യത്തെ പേര് ജസ്റ്റിസ് ഫോർ പീപ്പിൾ എന്നായിരുന്നു. ജസ്റ്റിസ് ഫേസ് എന്നാണ് എൻ്റെ അർത്ഥം. ഞാനത് ഇടാൻ കാരണം ബൈബിളിൽ ഒരു കഥ, ഒരു ഭാഗമുണ്ട്, അഷ്ടസൗഭാഗ്യം എന്ന് പറഞ്ഞ ഒരു പാട്ട്. യേശു പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അഷ്ടസൗഭാഗ്യങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും ശരിക്കും 7 ഉള്ളൂ. 1 ആവർത്തിക്കപ്പെടുന്നതാണ്. അത് നീതിയാണ്, ജസ്റ്റിസാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹം ചേർത്ത് വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് നീതിയാണ്. അപ്പോൾ അതുകൊണ്ട് നീതി എന്ന വാക്കിനോട് എനിക്ക് വലിയ ഒരു സ്നേഹമുണ്ടായിരുന്നു. ചാലക്കുടി പട്ടണം എൻ്റെ ഹൃദയത്തോട് ചേർന്നിരുന്ന ഒരു പട്ടണമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചാലക്കുടി പട്ടണത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു വിഷയം ഞാൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 23-ാം വാർഡിനെ പറ്റി പറയുമ്പോൾ ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് എന്താണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ഞങ്ങൾ അത്ര മുന്നേ പരിചയമൊന്നുമില്ല. ഈ 1 വർഷത്തിനിടയിലുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ ഈ വാർഡിൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് എല്ലാ ആഘോഷങ്ങളിലും അവർ കൊടുക്കുന്ന ഈ ഭക്ഷ്യ കിറ്റ്, അത് എനിക്ക് തോന്നുന്നു ചാലക്കുടി നഗരസഭയിലെ തൊട്ടടുത്ത പഞ്ചായത്തുകളിലും അങ്ങനെ എല്ലാ ആഘോഷങ്ങളും ചെയ്യുന്ന വേറെ ഏതെങ്കിലും ജനപ്രതിനിധികളുണ്ടെന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുമാത്രമല്ല, ഇവിടുത്തെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചും ബിന്ദു കൗൺസിലർ നടത്തുന്ന പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ചാലക്കുടി നഗരസഭയിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിനിധീകരിക്കുന്നു. പക്ഷേ കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ളതായാലും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കൊക്കെ തന്നെയായാലും ബിന്ദു ചേച്ചി എന്ന് പറഞ്ഞതിന് വലിയ ആദരവും ബഹുമാനവുമാണ്. അതിൻ്റെ അർത്ഥം അവർ ജനകീയമായി ഇടപെടുന്ന ആളാണ്. ജനപ്രതിനിധികൾ ജനകീയമാവണം. ബൈബിളിൽ മറ്റൊരു കഥയുണ്ട്, ഇടയൻ എന്ന് പറയുന്ന സംഭവം. ഇടയന് ആടുകളുടെ മണമാണുള്ളത്. ഇടയൻ യഥാർത്ഥ വാതിലൂടെയാണ് വരിക. ഇത് തന്നെയാണ് ബിന്ദു ചേച്ചി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട് ഈ വെട്ടുകൽ പാലത്തിനപ്പുറം മേലൂർ പഞ്ചായത്തിലാണ്. ഇന്നോളം ആ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ കിട്ടണമെന്ന് ശരിയില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ചാലക്കുടി നഗരസഭ ഏതൊക്കെ തരത്തിലായിരുന്നാലും, ഞാൻ എന്തൊക്കെ വിമർശനങ്ങൾ പറഞ്ഞിട്ടുണ്ടായാലും, ചാലക്കുടി നഗരസഭയിലെ കൗൺസിലർമാരും ചാലക്കുടി നഗരസഭയും എന്നും എനിക്ക് വലിയ സ്നേഹവും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു ജനപ്രതിനിധി സഭയാണ് ചാലക്കുടി നഗരസഭ. ചാലക്കുടി നഗരസഭയിലെ പലവരെയും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെ ചാലക്കുടി നഗരസഭ എന്നോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മറക്കാൻ സാധിക്കില്ല. ഈ പട്ടണവും 23-ാം വാർഡും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മറക്കാൻ സാധിക്കില്ല.